Hey, Assalamu alaikum. So, welcome back to the episode number 2 of Ramadan series. So, ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. അതായത് നമ്മളെല്ലാവരും എന്തിനാണ് ജീവിക്കുന്നത്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മളുടെ ഈ ഒരു ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? ഓഫ് കോഴ്സ് നമ്മളുടെ ഈ ഒരു ലൈഫിൻ്റെ മെയിൻ ഗോളാണ് നമ്മളുടെ ആഹിറം എന്ന് പറയുന്നത്. നമ്മൾ മരിച്ചതിന് ശേഷം എന്താണ്, അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലാഹു എന്തിനാണ് നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചതെന്ന്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ ആരും ആക്സിഡൻ്റലി, നമ്മൾ യാദർശികമായിട്ട് ഈ ഭൂമിയിലോട്ടേക്ക് വന്നവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും എന്നെ ആരാധിക്കാനായി വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണ്. ആൻഡ് നമ്മൾ പലരും വിചാരിക്കുന്നുണ്ടാവും, അതായത് നമ്മളിപ്പോൾ നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്, ഇതൊക്കെയാണ് ആരാധന എന്ന് പറയുന്നത്. അങ്ങനെയല്ല, നമ്മളുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളാരും യാദർശികമായിട്ട് സൃഷ്ടിക്കപ്പെട്ടതല്ല, എല്ലാം അള്ളാഹുവിൻ്റെ കണക്കുകൂട്ടലാണ്. അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു, എന്നിട്ട് നമുക്കെല്ലാവർക്കും ആത്മാവുകൾ നൽകി, ഒരു ബുദ്ധി നൽകി, ഒരു ഹൃദയം നൽകി. അള്ളാഹുവിനെ നമ്മൾ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ സൃഷ്ടിക്കാതിരിക്കാമായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു ഉദ്ദേശമുണ്ടെന്നുള്ള ഒരു തെളിവാണിത്. പക്ഷേ ഇവിടെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് ആൾക്കാർ ദുനിയാവിൻ്റെ പുറകെയാണ്, അതിൻ്റെ ഒരു ഭംഗിയിൽ ജീവിക്കാൻ നോക്കുകയാണ്. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ ഒരു ദുനിയാവ് കൊണ്ട് മാത്രം നമ്മളുടെ ജീവിതം തീരുന്നില്ല. അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അതായത് നമ്മളുടെ ഈ ഒരു ലൈഫ്, ഈ ഒരു ദുനിയാവെന്ന് പറയുന്നത് അതിനൊരു അവസാനമുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതവിടെ തീർന്നു. സോ അങ്ങനെ നമ്മുടെ ജീവിതം മരണത്തിലൂടെ അവസാനിക്കാനാണെങ്കിൽ അതിനൊരു പൂർണ്ണതയുണ്ടോ? അല്ലേ? യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതം, നമ്മളുടെ ശരിക്കുമുള്ള ഒരു ജീവിതം, അത് മരണത്തിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും അസുഖങ്ങളും വേർപാടും എല്ലാം ഇവിടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ഈ ഒരു ജീവിതത്തിൻ്റെ പേർപ്പസ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എന്തായാലും നല്ലൊരു മുസ്ലിം ആവാൻ പറ്റും. കാരണം അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളൊന്ന് ആലോചിക്കും. അതായത് ഇത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണോ എന്നുള്ളൊരു ചിന്ത നമ്മളുടെ മൈൻഡിലുണ്ടാവും. അങ്ങനെ നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് നമ്മളൊന്ന് പോസ് ചെയ്യും. നമ്മൾ വിചാരിക്കണം, അതായത് ഞാൻ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളരാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ആൻഡ് ഓൾസോ ഇസ്ലാം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ദുനിയാവിനെ മൊത്തം മറന്ന് ആഖിറം മാത്രം ഓർത്ത് ജീവിക്കണം എന്നല്ല. പക്ഷേ അതിന് രണ്ടും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ട്. നമ്മൾ ഈ ലോകത്ത് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യണം. നമ്മൾ പഠിക്കണം, ജോലി നേടണം, കല്യാണം, കുടുംബം, ഇതൊക്കെ വേണം. പക്ഷേ നമ്മളുടെ മനസ്സും നമ്മളുടെ ഹൃദയവും അത് അള്ളാഹുവിനാവണം. അതായത് നമ്മൾ അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ നമ്മൾ ജീവിക്കണം. നമ്മളുടെ മനസ്സും ഹൃദയവുമൊക്കെ ഈ ഒരു ദുനിയാവിലാണെങ്കിൽ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് നിരാശപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, അതായത് എൻ്റെ ഓർമ്മയിൽ നിന്ന് പിന്തിരിഞ്ഞവർക്ക് ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവും. ഭയങ്കരമായ ഒരു വിഷമമേറിയ ലൈഫായിരിക്കും, ഒരു ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടാവാൻ പോകുന്നത്. സോ മാക്സിമം നമ്മൾ ഈ ഒരു ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലനെ ഓർത്ത് നമ്മൾ മുന്നോട്ട് പോവുക. ആൻഡ് ഓൾസോ നമ്മൾ വിചാരിക്കരുത്, അതായത് നമ്മളുടെ ഈമാൻ എപ്പോഴും ഒരുപോലെ ആയിരിക്കുമെന്ന്. നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞ ഈമാൻ വളരെ കുറഞ്ഞ സമയമുണ്ടാവാം, കൂടിയ സമയമുണ്ടാവാം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേണ്ടത്, എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആഖിറമാണ്, ഞാൻ അള്ളാഹുവിനെ കേന്ദ്രീകരിച്ച് ജീവിക്കും എന്നുള്ളതാണ് നമ്മളുടെ മൈൻഡിൽ വേണ്ടത്. ചുമരിൽ ആണി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുറ്റികയല്ല യൂസ് ചെയ്യുക. അതിന് പകരം നമ്മൾ നമ്മളുടെ മൊബൈൽ ഫോണാണ് യൂസ് ചെയ്തതെങ്കിലോ അതവിടെ പൊട്ടിത്തകരും, അല്ലേ? ഇതുപോലെയാണ് നമ്മളുടെ കേസും. ആ ഒരു ചുറ്റികയാണ് ആ ഒരു ആണിയെ അടിച്ചമർത്തേണ്ടത്.
പകരം നമ്മൾ നമ്മളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്താൽ, അതായത് നമ്മളുടെ ഈ ഒരു ലൈഫിൻ്റെ ഉദ്ദേശം മറന്ന് ജീവിച്ചാൽ നമ്മളും തകരും. സോ ഈ ഒരു ലൈഫിൻ്റെ പർപ്പസ് മനസ്സിലാക്കുക. റമദാനിൽ നമുക്ക് നമ്മളുടെ ഡീഡ്സ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു നോട്ട്ബുക്കിൽ നമ്മൾ സലാഡ് ട്രാക്കർ, തറാവീഹ്, നമ്മൾ ഓതുന്ന ഖുറാനിൻ്റെ ജുസ്, ഇതൊക്കെ നമ്മളൊന്ന് വരച്ചൊന്ന് അടയാളപ്പെടുത്തിയാൽ ഓരോ ദിവസം നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ടിക്കിട്ട് പോയാൽ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. സോ ഇത് ഞാൻ ഉണ്ടാക്കിയത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതെന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളും കൂടെ ഇതൊന്ന് ചെയ്തു നോക്കുക, എന്തായാലും യൂസ്ഫുൾ ആവും. സോ അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് 2-ലുള്ളത്. എന്തായാലും നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.